ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ നഴ്സിംഗ് ആസ്പിറൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 1000 MCQ ഫോർ നഴ്സസ് വിത്ത് എക്സ്പ്ലനേഷൻ എന്ന സീരീസിലെ 7th പാർട്ടാണ് ഇന്നിവിടെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുന്നേയുള്ള 6 പാർട്ടും 6 പാർട്സും ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അത് കാണുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എക്സാമിന് നമ്മുടെ സ്റ്റാഫ് നഴ്സ് എക്സാംസിനോ സെൻട്രൽ ലെവലിൽ ഉള്ളതോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ ഉള്ളതോ ആയ ഏതെങ്കിലും ഒരു സ്റ്റാഫ് നഴ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് വാച്ച് ദിസ്. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയുള്ള വീഡിയോ ആണ്. അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി തുടർച്ചയായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടുകയുള്ളൂ. പിന്നെ എന്താ പറയാ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു സീരീസിലെ 1000 MCQന്റെ സീരീസിലെ ഈ 7th പാർട്ടോട് കൂടി ഞാൻ ഇപ്പോ സെലക്ട് ചെയ്ത് തയ്യാറാക്കിയ CNSലുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ ഈ 7 പാർട്ടായിട്ടാണ്, അതായത് 140 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു 140 ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ആ ഒരു നമ്മുടെ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം, ഡയഗ്നോസ്റ്റിക് വാല്യുവേഷൻസ്, ഫാർമക്കോളജി, പിന്നെ നമ്മുടെ മെഡിസർജിലുള്ള ഏകദേശമുള്ള കണ്ടീഷൻസും അതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിവതും നിങ്ങൾ ഇത് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. 7 വീഡിയോസും കാണുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം എല്ലാ കണ്ടന്റും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ഇനി അടുത്തൊരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു യൂണിറ്റില്, നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലുള്ള എല്ലാ പോയിന്റ്സും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും വെച്ചിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഗോൾഡൻ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. ഉടനെ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നുള്ളതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ, ഈ വീഡിയോസ് 7 പാർട്ടും വീഡിയോസ് കണ്ടതാണെങ്കിൽ, അതിനുശേഷം ഈ 7 വീഡിയോസും കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഫുൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിക്കുന്നതിൽ പരം നിങ്ങൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസ് 140 ക്വസ്റ്റ്യൻസ് ഒന്ന് കാണുക, ഡിസ്കഷൻസ് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നൊക്കെ കേൾക്കുക. അതിനുശേഷം ആ ഒരു ഗോൾഡൻ പോയിന്റ്സ് എന്നുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഗോൾഡൻ പോയിന്റ്സ് എന്നുള്ള വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ഈ സിസ്റ്റം ഫുൾ അതിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ചാനല് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ കോച്ചിങ്ങിനൊന്നും പോകാൻ പറ്റാതെ തിരക്കുള്ള നഴ്സുമാർ എപ്പോഴും തിരക്കാണ്, അവരെയാണ് പഠിക്കാൻ അടിക്കൊരു സമയം തികയാത്ത ആൾക്കാർക്ക് വേണ്ടി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം വൈസ് തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് വീഡിയോ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: which of the following vitamin should be restricted for a patient on levodopa? ലെവഡോപ്പ ടാബ്ലറ്റ് കഴിക്കുന്ന ഒരു പേഷ്യന്റിന് ഇതിൽ ഏത് വിറ്റമിൻ ആണ് നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത്? ഇതിൽ ഏതോ ഒരു വിറ്റമിൻ ആ ലെവഡോപ്പ കഴിക്കുന്ന പേഷ്യന്റ് കഴിക്കാൻ പാടില്ല, റെസ്ട്രിക്റ്റഡ് ആണ്. അത് ഏത് വിറ്റമിൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻസ് നോക്കും. വിറ്റമിൻ എ, വിറ്റമിൻ B1, വിറ്റമിൻ B6, വിറ്റമിൻ B9. and the correct answer is option C, വിറ്റമിൻ B6. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിറ്റമിൻ B6 എന്തുകൊണ്ടാണ് ലെവഡോപ്പ എടുക്കുന്ന പേഷ്യൻസ് കഴിക്കാൻ പാടില്ലാത്തതെന്നാണ്. നോക്കാം. ലെവഡോപ്പ is a precursor to dopamine. Most commonly clinicians use levodopa as a dopamine replacement agent for the treatment of Parkinson's disease. ആരാണ് കഴിക്കുന്നത്? പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള ആളുകളാണ് ഈ ലെവഡോപ്പ മെയിൻ ആയിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, പാർക്കിൻസൺസ് ഡിസീസ് ഉള്ളവരിൽ ഡോപ്പമിന്റെ ലെവൽ എന്തായിരിക്കും? ഡിക്രീസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലോ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഡോപ്പമിന്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലെവഡോപ്പ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. പാർക്കിൻസൺസ് ഡിസീസിൽ ഏത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് കുറയുന്നത്? ഡോപ്പമിൻ. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടു കൺട്രോൾ bradykinetic symptoms that are apparent in Parkinson's disease. Okay, ഇനി വിറ്റമിൻ B6 നെ കുറിച്ച് നോക്കാം. pyridoxine അല്ലെങ്കിൽ വിറ്റമിൻ B6 എന്ന് പറയാം. അപ്പൊ അതർ നെയിം ഓർത്തിരിക്കുക, pyridoxine or വിറ്റമിൻ B6 has been found to reduce the effects of levodopa. levodopa എന്തിനു വേണ്ടിയുള്ളതാണ്? നമ്മുടെ ഡോപ്പമിന്റെ ലെവൽ പാർക്കിൻസൺസ് പേഷ്യൻസിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് ആണ്. ഈ പേഷ്യന്റ് എന്ത് ചെയ്യുന്നു? വിറ്റമിൻ B6 അല്ലെങ്കിൽ pyridoxine കൂടുതലായി എടുക്കുകയാണെങ്കിൽ ഈ ലെവഡോപ്പയുടെ
എഫക്റ്റ് അവിടെ കുറയുന്നു, റെഡ്യൂസ് ചെയ്യുന്നു when levodopa is taken by itself. അതായത് levodopa മാത്രമായിട്ട് തനിയാണ് ആ പേഷ്യൻസ് കഴിക്കുന്നത്, അതായത് അത് മാത്രമായിട്ടാണ്, അതിൽ ഒപ്പം വേറെ കോമ്പിനേഷൻ വരുന്നെങ്കിൽ ഉള്ള കാര്യമല്ല, levodopa മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ ആ പേഷ്യന്റിന് വിറ്റമിൻ B6 റെസ്ട്രിക്ട് ചെയ്യണം. കാരണം വിറ്റമിൻ B6 എന്ത് ചെയ്യും, നമ്മുടെ ലെവഡോപ്പയുടെ എഫക്ട് കുറയ്ക്കും, അതായത് ലെവഡോപ്പയുടെ ഫംഗ്ഷൻ ഇൻക്രീസ്, ഡോപ്പമിൻ ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് റെസ്ട്രിക്റ്റഡ്, അത് കുറയും. ഓക്കെ, ദിസ് ഡസ് നോട്ട് ഹാപ്പൻ വിത്ത് ദ കോമ്പിനേഷൻ ഓഫ് കാർബിഡോപ്പ ആൻഡ് ലെവഡോപ്പ. കാർബിഡോപ്പയും ലെവഡോപ്പയും കോമ്പിനേഷൻ ആയിട്ട് കഴിക്കുന്ന പേഷ്യന്റിന് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇഫ് യു ആർ ടേക്കിംഗ് levodopa by itself, do not take vitamin products containing vitamin B6 during treatment unless prescribed by your doctor. Doctor prescribe ചെയ്യാതെ തന്നെ നമ്മൾ വിറ്റമിൻ B6 നമ്മൾ കഴിക്കാൻ പാടില്ല. ലെവഡോപ്പ മാത്രമായിട്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ, നമ്മളല്ല പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള പേഷ്യന്റ്. ഓക്കെ, ഈ പേഷ്യന്റ് കാർബിഡോപ്പയും ലെവഡോപ്പയും ചേർത്താണ്, ഒരുമിച്ചാണ് കഴിക്കുന്നത്, കോമ്പിനേഷൻ ആണ് കഴിക്കുന്നതെങ്കിൽ ഈ വിറ്റമിൻ B6 കഴിക്കുന്നതിൽ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പൊ മനസ്സിലായാലും പാർക്കിൻസൺ ഡിസീസിൽ എന്താണ് കുറവ്, ഡോപ്പമിൻ കുറവാണ്. അത് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കറക്റ്റ് ഡോപ്പമിൻ ലെവൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ലെവഡോപ്പ കഴിക്കുന്നത്. പക്ഷെ അതിനൊപ്പം വിറ്റമിൻ B6 കഴിക്കുന്നെങ്കിൽ ഈ ലെവഡോപ്പയുടെ ഫംഗ്ഷൻ റെഡ്യൂസ് ആവുകയും സ്റ്റിൽ അവിടെ ഡോപ്പമിന്റെ ലെവൽ താഴ്ന്നു തന്നെ നിൽക്കും. അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിറ്റമിൻ B6 സപ്ലിമെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പേഷ്യന്റിനോട് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Second question, which of the following drug kept ready during Tensilon test? അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ് ടെൻസിലോൺ ടെസ്റ്റ് എന്താണ്, എങ്ങനെ ചെയ്യുന്നു, ഏത് കണ്ടീഷനാണ് ചെയ്യുന്നത് എന്നൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ടെൻസിലോൺ ടെസ്റ്റ് ചെയ്യുന്നത് മൈസ്തീനിയ ഗ്രാവിസിലാണ്. മൈസ്തീനിയ ഗ്രാവിസ് ഉള്ള പേഷ്യന്റ് ആ കണ്ടീഷൻ ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻസിലോൺ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് കെപ്റ്റ് റെഡി ഡ്യൂറിങ് ടെൻസിലോൺ ടെസ്റ്റ്? ഏത് ഡ്രഗ് ആണ് നമ്മൾ റെഡിയാക്കി വെക്കുന്നത്, ടെൻസിലോൺ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ റെഡിയാക്കി വെച്ചേക്കേണ്ടത്? ഓക്കെ, ഏതൊക്കെയാണ് ഓപ്ഷൻസ്? അട്രോപ്പിൻ, ഫൈസോസ്റ്റിഗ്മിൻ, ഡോപ്പമിൻ, ഹൈഡ്രോകോർട്ടിസോൺ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അട്രോപ്പിൻ ആണ്. അട്രോപ്പിൻ ആണ് ടെൻസിലോൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ പേഷ്യന്റിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല, അതിന് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അട്രോപ്പിൻ ലോഡ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കണം. കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ബ്രാഡികാർഡിയ ഈസ് എ മേജർ സൈഡ് എഫക്ട് ഓഫ് ടെൻസിലോൺ ടെസ്റ്റ്. ബ്രാഡികാർഡിയ എന്താ? ഡിക്രീസ്ഡ് ഹാർട്ട് റേറ്റ്. ഹാർട്ട് റേറ്റ് 60-നും താഴെ, പൾസ് റേറ്റ് 60-ക്കും താഴെ വരുന്നതിനെയാണ് നമ്മൾ ബ്രാഡികാർഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെൻസിലോൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള കോമൺ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ് പേഷ്യൻസിന് ബ്രാഡികാർഡിയ ഉണ്ടാകാം. സോ വി ഷുഡ് റെഡി വിത്ത് അട്രോപ്പിൻ ഇഞ്ചക്ഷൻ ടു സ്റ്റെബിലൈസ് പേഷ്യന്റ് ഡ്യൂറിങ് ദിസ് ടെസ്റ്റ് ഫോർ മൈസ്തീനിയ ഗ്രാവിസ്. മൈസ്തീനിയ ഗ്രാവിസിന് വേണ്ടി നമ്മൾ ഈ ടെൻസിലോൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ പേഷ്യന്റിന് ബ്രാഡികാർഡിയ വന്നാൽ ഉടനെ തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അട്രോപ്പിൻ ഇഞ്ചക്ഷൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കാം. ഓക്കെ, ഇനി അട്രോപ്പിൻ എന്താണ്? അട്രോപ്പിൻ ഈസ് എ മെഡിക്കേഷൻ യൂസ്ഡ് ടു ട്രീറ്റ് certain types of nerve agent and pesticide poisoning as well as some types of slow heart rate. കണ്ടല്ലോ, സ്ലോ ഹാർട്ട് റേറ്റ് വരുമ്പോൾ അതായത് നമ്മുടെ ഐസിയുലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അല്ലെ, എമർജൻസി ഡ്രഗ്സിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഡ്രഗാണ് അട്രോപ്പിൻ എന്ന് പറയുന്നത്. അവിടെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻ ഉടനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ് അട്രോപ്പിൻ എന്ന് പറയുന്നത്. ടു ഇൻക്രീസ് heart rate, to decrease saliva production during surgery. അതുപോലെ തന്നെ സർജറി ടൈമിൽ ഇത് സർജറി ചെയ്യുന്നതിന് മുന്നേ പേഷ്യന്റ് ഇത് അഡ്മിനിസ്റ്റർ ചെയ്യും. കാരണം എന്തിനാണ്? നമ്മുടെ ആസ്പിറേഷൻ ഉള്ള ചാൻസ് ഉണ്ട്. സോ ടു ഡിക്രീസ് saliva production we will administer atropine before surgery. It is typically given intravenously or by injection into the muscle. സാധാരണ അത് എമർജൻസി ആയിട്ട് intravenously ആണ് കൊടുക്കുന്നത്. എമർജൻസി സിറ്റുവേഷനിൽ if it is possible to give intravenously, we will give by IM route, intramuscularly നൽകാം. Okay, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Third question, which of the following medication has to be avoided for a patient taking anti-Parkinsonism drugs? Anti-Parkinsonism drug കഴിക്കുന്ന പേഷ്യൻസിന് ഇതിൽ ഏത് ഡ്രഗ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്? ഈ താഴെ പറയുന്ന 4 ടൈപ്പ് ഡ്രഗ്സിൽ ഏത് ടൈപ്പ് ഡ്രഗ് ആണ് റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓപ്ഷൻസ്: ബ്രോമോക്രിപ്റ്റിൻ, ആന്റികോളിനർജിക്സ്, MAO ഇൻഹിബിറ്റേഴ്സ്, COMT ഇൻഹിബിറ്റേഴ്സ്. The correct answer is option C, MAO inhibitors. ഇനി നമുക്ക് MAO inhibitors എന്താണെന്നും അതെന്തുകൊണ്ടാണ് ആന്റി പാർക്കിൻസോണിസം ഡ്രഗ് എടുക്കുന്ന പേഷ്യൻസ് കഴിക്കാൻ പാടില്ലാത്തതെന്ന് നോക്കാം. ഓക്കെ, മോണോ അമിനേസ് ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ്, അതാണ് MAO
inhibitors. MAA monoamine oxidase inhibitors. MAO inhibitors. Block the actions of monoamine oxidase enzymes. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? monoamine oxidase enzyme ന്റെ ഫംഗ്ഷനെ അല്ലെങ്കിൽ അതിന്റെ ആക്ഷനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഡ്രഗിന്റെ MAO ഇൻഹിബിറ്റേഴ്സിന്റെ ഫംഗ്ഷൻ. Okay, block the action of monoamine oxidase enzymes. Monoamine oxidase enzymes എന്താണ്? Are responsible for breaking down neurotransmitters such as dopamine, norepinephrine and serotonin in the brain. Okay, നമ്മുടെ ബ്രെയിനിലെ ഡോപ്പമിനും നോറെപ്പിനെഫ്രിനും സെറോട്ടോണിന്റെ ഒക്കെ ഈ മൂന്ന് ടൈപ്പിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ബ്രേക്കിംഗ് ഡൗൺ ചെയ്യുന്നത് ആരാണ്? മോണോഅമൈൻ ഓക്സിഡേസ് എൻസൈം ആണ്. ആ ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നതാണ് MAO ഇൻഹിബിറ്റേഴ്സ്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ആന്റി പാർക്കിൻസൺ മെഡിക്കേഷൻസ് എടുക്കുന്ന പേഷ്യൻസിന് ഈ MAO കൊടുക്കാത്തത്, MAO ഇൻഹിബിറ്റേഴ്സ് കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കോളൂ, MAO ഇൻഹിബിറ്റേഴ്സും പ്ലസ് ആന്റി പാർക്കിൻസൺസ് മെഡിക്കേഷൻസ് കഴിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ് ഹൈപ്പർ ടെൻഷൻ. ഭയങ്കരമായിട്ട് BP കൂടുകയും പേഷ്യന്റിന് അതൊരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ MAO ഇൻഹിബിറ്റേഴ്സ് ആന്റി പാർക്കിൻസൺസ് മെഡിക്കേഷൻസിനൊപ്പം കൊടുക്കാത്തത്. ബിക്കോസ് ഓഫ് ഹൈപ്പർടെൻസീവ് ചാൻസ് ടു ഗെറ്റ് ഹൈപ്പർടെൻസീവ് ക്രൈസിസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ഡ്രഗും ഒരുമിച്ച് കൊടുക്കാത്തത്. ഓക്കെ, next fourth question, scale used to assess level of consciousness. LOC എന്ന് വെച്ചാൽ എന്താണ്? ലെവൽ ഓഫ് കോൺഷ്യസ്നസ്. ലെവൽ ഓഫ് കോൺഷ്യസ്നസ് നോക്കാൻ വേണ്ടിയിട്ട് ഏത് സ്കെയിൽ ആണ് യൂസ് ചെയ്യുന്നത്? GCS സ്കെയിൽ ആണോ, വിഷ്വൽ അനലോഗ് സ്കെയിൽ ആണോ, അബ്ഗാസ് സ്കോർ ആണോ, അതുപോലെ ബ്രാഡൻ സ്കെയിൽ ആണോ? ഇതിൽ ഏത് സ്കെയിലാണ്, ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? GCS എന്താ? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. വിഷ്വൽ അനലോഗ് സ്കെയിൽ. വിഷ്വൽ അനലോഗ് സ്കെയിൽ എന്താ? നമ്മുടെ വിഷനുമായിട്ട് അല്ലെങ്കിൽ പെയിനുമായിട്ടൊക്കെ വരുന്നതാണത്. അബ്ഗാസ് എന്താ? കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന്റെ ആക്ടിവിറ്റി, റെസ്പിറേഷനും പൾസും സ്കിന്നിന്റെ നിറവും ഒക്കെ നോക്കിയിട്ട് സ്കോർ കണക്കാക്കുന്നതാണ് അബ്ഗാസ് സ്കോർ. ബ്രാഡൻ സ്കെയിൽ എന്താ? ബ്രാഡൻ സ്കെയിൽ നമ്മുടെ സ്കിന്നിന്റെ ഇന്റഗ്രിറ്റി, അതായത് പ്രഷർ അൾസർ അല്ലെങ്കിൽ ബ്ലഡ് സോർ ഉണ്ടാകാനുള്ള ചാൻസ് എത്രത്തോളം റിസ്കിലാണ് പേഷ്യന്റ്, പ്രഷർ അൾസർ ഉള്ള ചാൻസ് ഉണ്ടോ എന്ന് അസസ് ചെയ്യുന്ന സ്കെയിലാണ് ബ്രാഡൻ സ്കെയിൽ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ A GCS ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ആണ് നമ്മുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് നോക്കുന്നത്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിലിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ അസസ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഓക്കെ, നെക്സ്റ്റ് ബ്രാഡൻ സ്കെയിൽ എന്താണെന്ന് പറയാം. The purpose of the scale is to help health professionals, especially nurses, assess a patient's risk of developing a പ്രഷർ അൾസർ. അതായത് അവിടെ എക്സ്പെഷ്യലി നഴ്സസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിലാണിത്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രഷർ അൾസർ ഡെവലപ്പ് ചെയ്യാനുള്ള റിസ്ക് എത്ര മാത്രമാണ് എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്കെയിലാണ് ബ്രാഡൻ സ്കെയിൽ എന്നുള്ളത്. ദ ബ്രാഡൻ സ്കെയിൽ യൂസസ് എ സ്കോർസ് ഫ്രം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. 9 ആണോ, 9നേക്കാൾ കുറവാണോ, 9നേക്കാൾ കൂടുതലാണോ എന്നാണ് നോക്കുന്നത്. ഇവിടുത്തെ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 23 ആണ്. ദ ലോവർ ദ നമ്പർ ദ ഹയസ്റ്റ് ദ റിസ്ക് ഫോർ ഡെവലപ്പിംഗ് ആൻ അക്വയർഡ് അൾസർ ഓർ ഇഞ്ചുറി. ഇതിലെ സ്കോർ കുറയുന്നതനുസരിച്ച് അവിടെ എന്താണ് നമ്മൾ കണക്കാക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്? അൾസർ ഉണ്ടാകാനോ അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ടാകാനോ ഉള്ള റിസ്ക് വളരെ ഹയർ ആണ് എന്ന അർത്ഥം. 19 to 23 ആണ് സ്കോറെങ്കിൽ there is no risk. 15 to 18 ആണെങ്കിൽ there is mild risk and 13 to 14 ആണെങ്കിൽ moderate risk. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു സ്കോറിംഗിന്റെ ഒരു ലെവൽ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്നും ഓർത്തിരിക്കുക. കാരണം നമ്മുടെ ഇപ്പോഴത്തെ എക്സാംസിനൊക്കെ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സ്കോർ ലെവലൊക്കെ തന്നിട്ട് ഏത് ലെവലാണ്, മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, നോ റിസ്ക് ആണോ, സിവിയർ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് നോക്കി വെക്കാം. Okay, next fifth question. Flexion posture that indicates severe impairment of cerebral functioning is. Cerebral functioning impairment ഉണ്ടാകുന്ന ഫ്ലെക്ഷൻ പോസ്ചർ ഇതിൽ ഏതാണ്? സെറിബ്രത്തിൽ ഉണ്ടാകുന്ന ഇമ്പയർമെന്റ് കാരണമാണ് ഉണ്ടാകുന്ന പോസ്ചർ ഫ്ലെക്ഷൻ ആണ്. ഫ്ലെക്ഷൻ പോസ്ചർ ഉണ്ടാകുന്നത് ഇതിൽ ഏത് സിറ്റുവേഷൻ ആണ്, ഇതിൽ ഏത് പോസ്ചർ ആണ് ഈ ഫ്ലെക്ഷൻ പോസ്ചർ എന്ന് പറയുന്നത്? ഡീസെറിബ്രേറ്റ് ആണോ, ഡീകോർട്ടിക്കേറ്റ് ആണോ, ഒപ്പിസ്തോതോണസ് ആണോ, ട്രെൻലംബർഗ് ആണോ? ട്രെൻലംബർഗ് അല്ല, അതെല്ലാവർക്കും അറിയാം അല്ലെ. ഈ ഡീസെറിബ്രേറ്റും ഡീകോർട്ടിക്കേറ്റും ആയിരിക്കും കൺഫ്യൂഷൻ ആകുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ B ഡീകോർട്ടിക്കേറ്റ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം.
ഇവിടെ ഞാൻ ഈ 3 ടൈപ്പും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോർട്ടിക്കേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പിക്ചർ ഇട്ടിട്ടുണ്ട്, അതൊന്നും നോക്കി മനസ്സിലാക്കി വെച്ചിരിക്കുക. കാരണം സെൻട്രൽ ലെവൽ എക്സാംസിനൊക്കെ പിക്ചർ തന്നിട്ടുള്ള ഏത് പൊസിഷൻ ആണ്, ഏത് പ്രൊസീജിയർ ആണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ഒരു പതിവുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും മനസ്സിലാക്കിയിട്ട് ഇറ്റ്സ് ആൻ അബ്നോർമൽ പോസ്ചറിങ് ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് സ്റ്റിഫ് വിത്ത് bent arms, clenched fists and legs held out straight. The arms are bent in toward the body and the wrist and fingers are bent and held on the chest. This type of posturing is a sign of severe damage of brain. അപ്പോൾ ഈ രണ്ട് പോസ്റ്റേഴ്സും ഡാമേജ്, ബ്രെയിനിന് ഡാമേജ് ഉണ്ടാകുന്നത് തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഡീകോർട്ടിക്കേറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ഫ്ലെക്ഷനും ഡീസെർബ്രേറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം എക്സ്റ്റൻഷനും ആണ് സംഭവിക്കുന്നത്. അതാണ് അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഒപ്പിസ്തോണസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഏകദേശം ഉള്ള ഒരു പൊസിഷൻ. ഇതുപോലെ വരുന്ന പൊസിഷൻ ആണ് hyper extension and spasticity in which an individual's head, neck and spinal column enter into a complete bridging or arcing position. അപ്പൊ അത് അങ്ങനെയുള്ള പൊസിഷനാണ് ഒപ്പിസ്തോട്ടോണസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ് ഡീകോർട്ടിക്കേറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ഫ്ലെക്ഷനും ഡീസെർബ്രേറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം എക്സ്റ്റൻഷനും ആണ്. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, പോയിന്റ് ഓഫ് ലംബാർ പഞ്ചർ ഈസ്. അപ്പൊ നമ്മുടെ ലംബാർ പഞ്ചർ നമുക്കറിയാലേ, നമ്മുടെ സെറിബ്രോസ്പൈനൽ സ്പേസിൽ നിന്നും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഈ ലംബാർ പഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് വെർട്ടിബ്രയിലാണ്, ഏതൊക്കെ വെർട്ടിബ്രയ്ക്ക് ഇടയ്ക്കാണ് ഈ ഒരു ലംബാർ പഞ്ചർ പ്രൊസീജിയർ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഇസ് ബിറ്റ്വീൻ L3 and L4 അതിനിടയ്ക്കാണ് ഈ ഒരു ലംബാർ പഞ്ചർ ചെയ്യുന്നത്. നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് വേണ്ടിയിട്ട് അത് ആസ്പിറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഓപ്ഷൻ and the correct option is option B, L3, in between L3 and L4. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ കാണുന്നുണ്ട്. ഏത് പൊസിഷൻ ആണെന്ന് ചോദിക്കും. അതുപോലെ സ്പൈനൽ കോഡ് വരുമ്പോൾ ഒരുപാട് പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ഉണ്ട്. എവിടെയാണ് സ്പൈനൽ കോഡ്, ഏത് വെർട്ടിബ്രയിലാണ് സ്പൈനൽ കോഡ് എൻഡ് ചെയ്യുന്നത്, ലംബാർ പഞ്ചർ ചെയ്യുന്നത് എവിടെയാണ്, അതുപോലെ ഏത് പൊസിഷനാണ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ലംബാർ പഞ്ചറിന്റെ വേറൊരു പേരെന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലംബാർ പഞ്ചർ ഓർ സ്പൈനൽ ടാപ്പ്. സ്പൈനൽ ടാപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അതർ നെയിമാണ്. ഈസ് പെർഫോംഡ് ഇൻ യുവർ ലോവർ ബാക്ക് ഇൻ ദ ലംബാർ റീജിയൻ. ലംബാർ റീജിയനിലാണ് ചെയ്യുന്നത്. ഡ്യൂറിംഗ് എ ലംബാർ പഞ്ചർ എ നീഡിൽ ഈസ് ഇൻസർട്ടഡ് ബിറ്റ്വീൻ ദ ടു ലംബാർ ബോൺസ് ടു റിമൂവ് സാമ്പിൾ ഓഫ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അപ്പൊ ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലംബാർ നീഡിൽ ഉണ്ടല്ലോ, ലംബാർ പഞ്ചിന് ഉപയോഗിക്കുന്ന നീഡിൽ, അതിന്റെ ഒരു പിക്ചർ നിങ്ങൾ ഒന്ന് ജസ്റ്റ്, പല തരത്തിലുള്ള നീഡിൽ കാണാം, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി നോക്കി വെച്ച്, കാരണം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. കാരണം അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പിക്ചർ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസിന് ചോദിക്കുന്നുണ്ട്. ലംബാർ പഞ്ചറിന്റെ നീഡിൽ തന്നിട്ട് അത് ഏത് ടൈപ്പ്, ഏത് നീഡിലാണെന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. Okay, next seventh question, the diagnostic test used to assess the electrical activity of brain. അപ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നോക്കുന്നത് ഏതാണ്? ECG ആണ് അല്ലെ. അപ്പൊ അതുപോലെ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നോക്കുന്ന ടെക്നിക്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ECG, EMG, EEG, ECT. അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ സി, EEG. EEG ആണ് നമ്മുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ബ്രെയിൻ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ പിക്ചർ തന്നിരിക്കുന്നത് കാരണം, ഇങ്ങനെ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾ അറിയണം ഇത് EEG ആണ്, ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പിക്ചർ എടുത്തു തരുന്നത്. ഓക്കെ, ആൻ ഇലക്ട്രോ എൻസെഫലോഗ്രാം is a test used to evaluate the electrical activity in the brain. Brain cells communicate with each other through electrical impulses, and EEG can be used to help detect potential problems associated with this activity. And EEG tracks and records brain wave patterns. അതായത് നമ്മുടെ ബ്രെയിനിൽ ഓരോ സെല്ലും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബ്രെയിനിലെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വഴിയാണ്. അപ്പൊ അതിന്റെ ആ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എങ്ങനെയാണ് അത് പോകുന്നത്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്നത്. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ECG പോലെ തന്നെ വേവ് ഫോമിലുള്ള ഒരു റിസൾട്ട് ആണ്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ,
Next, 8th question. Which of the following activity should be encouraged after contrast-based CT scan? അപ്പോൾ ഇനി ഒരു 4 ക്വസ്റ്റ്യൻ വന്നിട്ട് CT സ്കാനുമായിട്ട് അനുബന്ധമായിട്ടുള്ളതാണ്. കാരണം നമ്മുടെ CT സ്കാൻ ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനായിട്ട് കോമൺ ആയിട്ട് ചെയ്യുന്ന ഏകദേശം എല്ലാ കണ്ടീഷൻസിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെ പ്രിക്കോഷൻസ്, എന്തൊക്കെ നമ്മൾ മുൻകരുതലുകൾ എടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? CT സ്കാൻ കഴിഞ്ഞ പേഷ്യന്റ് കോൺട്രാസ്റ്റ് മീഡിയം ഇഞ്ചെക്ട് ചെയ്ത് CT സ്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പേഷ്യന്റിന് എന്ത് ചെയ്യുന്നു? എന്ത് പ്രൊസീജിയർ ആണ് നമ്മൾ ഇതിൽ ഏത് ആക്ടിവിറ്റിയാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻസ്: എ ആംബുലേഷൻ, ബി ഡ്രിങ്കിങ് ഫ്ലൂയിഡ്സ്, സി ടേണിംഗ്, ഓപ്ഷൻ ഡി കഫിംഗ് ആൻഡ് ഡീപ് ബ്രീത്തിങ് എക്സസൈസ്. ആൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, ഡ്രിങ്കിങ് ഫ്ലൂയിഡ്സ്. നമ്മൾ CT സ്കാൻ കഴിഞ്ഞ പേഷ്യന്റിന് എന്ത് പറയണം? അവരോട് ഒരുപാട് വെള്ളം കുടിക്കാൻ വേണ്ടി പറയണം. ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കാൻ പറയണം. ഒരുപാട് അല്ലാതെ പ്ലെയിൻ വാട്ടർ കുടിച്ചാലും മതി. കുടിക്കാൻ നിർബന്ധമായിട്ട് കുടിക്കണം എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. Drink plenty of liquids, especially water, for 24 hours after your CT scan. Drinking water will help to remove the contrast from your body. കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ നമ്മുടെ നോർസെറ്റ് എക്സാം ഉണ്ടല്ലോ, 2020-യുടെ നോർസെറ്റ് എക്സാമിന് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, CT സ്കാൻ എടുക്കുമ്പോൾ അവിടെ ഇഞ്ചെക്ട് ചെയ്യുന്ന കോൺട്രാസ്റ്റ് മെറ്റീരിയൽ എന്ത് തരം ടോക്സിക് മെറ്റീരിയൽ ആണ്? ഹെപ്പറ്റോടോക്സിക് ആണോ, നെഫ്രോടോക്സിക് ആണോ? അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കറക്റ്റ് ആൻസർ ഇതായിരുന്നു, നെഫ്രോടോക്സിക് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? അതായത് നമ്മുടെ ഈ CT സ്കാനിന് ഉപയോഗിക്കുന്ന അയഡിൻ ബേസ്ഡ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യുന്നു? അത് നമ്മുടെ ശരീരത്തിൽ എഫക്ട് ചെയ്യുന്ന ഓർഗൻ, അറ്റാക്ക് ചെയ്യുന്ന ഓർഗൻ ഏതാണ്? കിഡ്നിയാണ് അത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യും, ഡാമേജ് ചെയ്യും. പ്രൊസീജിയർ കഴിഞ്ഞും അത് അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കും. നെഫ്രോടോക്സിക് സബ്സ്റ്റൻസ് ആണത്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം യൂറിനായിട്ട് പുറത്തു പോകുമ്പോൾ അതിനോടൊപ്പം ഈ കോൺട്രാസ്റ്റ് മെറ്റീരിയലും പുറന്തള്ളപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് ഈ CT സ്കാൻ കഴിയുമ്പോൾ ഒരു 24 മണിക്കൂർ, ഒരു ദിവസം ഫുള്ള് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ച് നന്നായിട്ട് യൂറിൻ പാസ് ചെയ്യണം എന്ന് പറയുന്നത്. Next, 9th question. Post lumbar puncture headache is managed by advocating. അതായത് ലംബാർ പഞ്ചർ പ്രൊസീജിയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഞാനിപ്പോ മുമ്പേ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ സിറ്റിംഗ് പൊസിഷനിലോ അല്ലെങ്കിൽ C ഷേപ്പ് ലൈങ് പൊസിഷനിലോ നമ്മുടെ ലംബാർ പഞ്ചർ ചെയ്യുന്നു. അത് കഴിയുമ്പോൾ പേഷ്യന്റ് കോമൺ ആയിട്ട് ചില പേഷ്യൻസിന് ഹെഡേക്ക് വരാറുണ്ട്, തലവേദന വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഓപ്ഷൻ എ പ്രോൺ പൊസിഷൻ, ഓപ്ഷൻ ബി അനാൽജസിക്സ്, ഓപ്ഷൻ സി ഹൈഡ്രേഷൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. പ്രോൺ പൊസിഷൻ ആയിരിക്കണം, വേദനയ്ക്കുള്ള അനാൽജസിക്സ് കൊടുക്കണം, അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണം. ആൻസർ കറക്റ്റ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ്. കാരണം പ്രോൺ പൊസിഷൻ കൊടുക്കാൻ കാരണം നമ്മുടെ ആസ്പിറേറ്റ് ചെയ്യുന്ന ആ ഒരു സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റുകൾ ഒരു വലിയ സൈസിലുള്ള നീഡിലാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ആ സൈറ്റിൽ പ്രഷർ നന്നായിട്ട് അപ്ലൈ ചെയ്തില്ല എങ്കിൽ ഫർദർ ലീക്കേജ് ഓഫ് ഫ്ലൂയിഡ് അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ടു അവോയ്ഡ് ഫർദർ ലീക്കേജ് വി വിൽ ബി ഗിവിംഗ് പ്രോൺ പൊസിഷൻ ഫോർ ദ പേഷ്യന്റ്. അപ്പൊ പ്രോൺ പൊസിഷൻ ആകുമ്പോൾ നമ്മുടെ ലംബാർ റീജിയനിൽ അവിടെ ഒരു പ്രഷർ നന്നായിട്ട് അപ്ലൈ ചെയ്യാനും അവിടെ നമുക്ക് ലീക്കേജ് ഒന്നും ഉണ്ടാകാതെ തടയാനും പറ്റും. അതുപോലെ തന്നെ ഹെഡേക്കിന് എന്ത് ചെയ്യും? നമ്മൾ വേദനയ്ക്ക് വേണ്ടി അനാൽജസിക്സ് എന്തെങ്കിലും നോൺ സ്റ്റീറോയിഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്നത്. പിന്നെ നന്നായിട്ട് വെള്ളം അവിടെ നമ്മൾ CSFന്റെ ബാലൻസ് ഉണ്ടാകുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഹൈഡ്രേഷൻ. അപ്പൊ ഈ 3 ഓപ്ഷനും നമ്മൾ ഈ പോസ്റ്റ് ലംബാർ പഞ്ചർ ഹെഡേക്കിന്റെ മാനേജ്മെന്റിന് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, പോസ്റ്റ് ഡ്യൂറൽ പഞ്ചർ ഹെഡേക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇവിടെ കണ്ടില്ലേ? ബെഡ് റെസ്റ്റ്, സിമ്പിൾ അനാൽജസിക്സ്, എൻകറേജ് ഫ്ലൂയിഡ് ഇൻടേക്ക് ഓർ IV ഫ്ലൂയിഡ്സ്. ഇതാണ് അതിന്റെ കോമൺ ആയിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 10th question. Caloric test is performed to assess. Caloric test എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ കലോറി ന്യൂട്രീഷനും അന്ന് ചിന്തിച്ചു പോകരുത്. കലോറിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളതല്ല, ഏതാണെന്ന് നമുക്ക് നോക്കാം, എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, ഓപ്ഷൻ ബി ഓൾഫാക്ടറി ഫംഗ്ഷൻ, ഓപ്ഷൻ സി ഓഡിറ്ററി നെർവ് ഫംഗ്ഷൻ, ഓപ്ഷൻ ഡി none of the above, none of this. And the correct option is auditory nerve function ആണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ,
കലോറിക് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓഡിറ്ററി നെർവ്, അതായത് കേൾവി ശക്തിയുമായിട്ട് റിലേറ്റഡ് ആണ്, ഹിയറിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഈ കലോറിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. Caloric test is an attempt to discover the degree to which the vestibular system is responsive and also how symmetric the responses are between left and right ears. It is a test of the lateral semicircular canals alone. It does not assess vertical canal function or otolithic function. അപ്പോൾ നമ്മുടെ സെമി സർക്കുലർ കനാൽസ് ഉണ്ടല്ലോ ഓരോ ഇയറിലും, റൈറ്റ് ഇയറിലും ലെഫ്റ്റ് ഇയറിലും സെമി സർക്കുലർ കനാൽസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എത്രത്തോളം ആണ്, എന്തെങ്കിലും എത്രത്തോളം റെസ്പോൺസീവ് ആണ്, അല്ലെങ്കിൽ ഒരു ഇയറിൽ മാത്രം ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമാണോ ഈ ഒരു പ്രോബ്ലം ഉള്ളത് എന്നൊക്കെ അറിയാൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ കലോറിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് is 11th one, spinal cord. Spinal cord ends at, അപ്പൊ നമ്മുടെ vertebral കോളത്തിന്റെ ഉള്ളിലൂടെയാണ് ഈ സ്പൈനൽ കോഡ് പാസ് ചെയ്ത് പോകുന്നത് അല്ലെ. ബ്രെയിൻ സ്റ്റെമിന്റെ ലോവർ പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ വെർട്ടിബ്രൽ കോളത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. പക്ഷെ ഇത് എവിടെയാണ് വെർട്ടിബ്രൽ കോളത്തിന്റെ ഏത് വെർട്ടിബ്രയിലാണ് ഇത് സ്റ്റോപ്പ് ആകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കൂ. T12, L1, L5, S1. T thoracic ആണ്, L lumbar ആണ്, S sacral ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ബി L1 ആണ്. അപ്പോൾ അതിന് ഒരു കാര്യം പറയാനുള്ളത്, ചില ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സിൽ L1 കൊടുത്തിരിക്കും, ചില ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സിൽ L2 കൊടുത്തിരിക്കും. L2 ഉണ്ടെങ്കിൽ അവിടെ കറക്റ്റ് ആൻസർ L2 ആണ്, ഇല്ല എങ്കിൽ L1 നമുക്ക് എഴുതാം. ഓക്കെ, നമ്മുടെ L2 L1 ലെവലിലാണ് നമ്മുടെ സ്പൈനൽ കോഡ് എൻഡ് ചെയ്യുന്നത്. ഇവിടെ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു യെല്ലോ പാർട്ട് ഉണ്ടല്ലോ, ഈ ഒരു യെല്ലോ പാർട്ട്, ഇതാണ് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഇത് ഫിനിഷ് ആകുന്നത് നമ്മുടെ L2 ലെവലിലാണ്. L1 ഇവിടെയാണ്, L2 ലെവലിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എൻഡ് ചെയ്യുന്ന ആ ഒരു വെർട്ടിബ്ര ഏതാന്ന് വെച്ചാൽ L2 ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, ആ എൻഡ് ചെയ്യുന്ന ആ ഒരു പോർഷനെയാണ് കോഡ ഇക്വാന എന്ന് പറയുന്നത്, കോഡ ഇക്വാന എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, a bruise over the mastoid process in skull fracture is, അതായത് സ്കൾ ഫ്രാക്ചർ ഉള്ള പേഷ്യൻസിൽ മാസ്റ്റോയിഡ് പ്രോസസ്, നമ്മുടെ ടെമ്പറൽ ബോണിന്റെ താഴെയായിട്ട് കാണുന്ന മാസ്റ്റോയിഡ് പ്രോസസ് ഉണ്ട്. ആ മാസ്റ്റോയിഡ് പ്രോസസ്സിൽ എന്തെങ്കിലും ഡിസ്കളറേഷൻ, ബ്രൂയിസ് കളറേഷൻ, ഡിസ്കളറേഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ബ്ലഡ് എന്തെങ്കിലും കട്ട പിടിച്ച് എന്തെങ്കിലും കളർ ഡിസ്കളറേഷൻ വന്നു കഴിഞ്ഞാൽ ആ സൈനിന് എന്താണ് പറയുന്നത്? സ്പാൽഡിംഗ് സൈൻ എന്നാണോ, ബാറ്റിൽ സൈൻ എന്നാണോ, ഹോമൻ സൈൻ ആണോ, പുള്ളൻ സൈൻ ആണോ? And the correct answer is option B, battle sign. Okay, അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, സ്പാൽഡിംഗ് സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ overlapping of the fetal skull bones caused by collapse of fetal brain. It appears usually a week or more after fetal death in utero. അപ്പൊ യൂട്രസിനകത്ത് വെച്ച് തന്നെ ഫീറ്റസ് കുഞ്ഞ് മരിച്ചു പോകുന്നു, അതായത് ഫീറ്റൽ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ കഴിയുന്ന ആ ഒരു കണ്ടീഷനിലാണ് ഈ ഓവർലാപ്പിംഗ് ഓഫ് ഫീറ്റൽ സ്കൾ ബോൺസ് ഉണ്ടാകുന്നത്. അങ്ങനെ അതിനെ ആ ഒരു കണ്ടീഷൻ തന്നെയാണ് എന്ത് പറയുന്നത്? സ്പാൽഡിംഗ് സൈൻ എന്ന് പറയുന്നത്. ഇനി മറക്കില്ലല്ലോ. ഇനി ബാറ്റിൽ സൈൻ എന്താണ്? നമ്മളിപ്പോ കണ്ടു അല്ലെ, നമ്മുടെ ഈ സ്കൾ ഫ്രാക്ചർ ഒക്കെ ഉണ്ടാകുമ്പോൾ മാസ്റ്റോയിഡ് പ്രോസസ്സിൽ എക്കൈമോസിസ് അല്ലെങ്കിൽ ബ്രൂയിസ് ഉണ്ടാകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബാറ്റിൽ സൈൻ എന്ന് പറയുന്നത്. ഇനി ഹോമൻ സൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ് വെയിൻ ത്രോംബോസിസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഹോമൻ സൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പേഷ്യന്റ് സുപ്പൈൻ പൊസിഷനിൽ കിടന്നിട്ട് സുപ്പൈൻ പൊസിഷനിൽ കിടന്നിട്ട് എന്ത് ചെയ്യും? ആളുടെ ഫീറ്റ് മുകളിലോട്ട് ഉയർത്താനും അതുപോലെ കാല് നമ്മൾ നീ ഫ്ലെക്സ് ചെയ്യാനും പറയുന്നു. ആ ഫ്ലെക്സ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന് കാഫ് മസിൽസ്, നമ്മുടെ കാലിന്റെ മുട്ടിന് താഴെ വരുന്ന പിൻഭാഗത്ത് വരുന്ന മസിലാണ് കാഫ് മസിൽ എന്നാണ്. ആ കാഫ് മസിലിൽ വേദന വരുന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റിന് ഡീപ് വെയിൻ ത്രോംബോസിസ് ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ വേദന വരുന്ന പേഷ്യൻസിൽ കൂടുതൽ പേർക്കും ഡീപ് വെയിൻ ത്രോംബോസിസ് കാണുന്നുണ്ട്. ആ സൈനെയാണ് ഹോമൻ സൈൻ എന്ന് പറയുന്നത്. ഹോമൻ സൈൻ ഏത് പേഷ്യന്റിലാണ് കാണുന്നത്? ഡീപ് വെയിൻ ത്രോംബോസിസ് ഉള്ള പേഷ്യന്റ്. ഓക്കെ, അപ്പൊ ആ മസിൽ ഏതാണെന്നും കൂടി അറിഞ്ഞിരിക്കുക. കാഫ് മസിൽ ആണ്. ഓക്കെ, നെക്സ്റ്റ്, കുള്ളൻ സൈൻ ഇസ് എ ഹെമറേജിക് ഡിസ്കളറേഷൻ ഓഫ് ദ അംബ്ലിക്കൽ ഏരിയ ഡ്യൂ ടു ഇൻട്രാപെരിറ്റോണിയൽ ഹെമറേജ് ഫ്രം എനി കോസ്. അപ്പോ കുള്ളൻ സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ അംബ്ലിക്കൽ റീജിയന് ചുറ്റും, അംബ്ലിക്കസിന് ചുറ്റുമായിട്ട് ഹെമറേജിക് ഡിസ്കളറേഷൻ ഉണ്ടാകുന്നുണ്ട്, എന്തെങ്കിലും നീല കളറിലോ വയലറ്റ് കളറിലോ ഉള്ള ഡിസ്കളറേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് കുള്ളൻ സൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 സൈൻ നിങ്ങൾ പഠിച്ചല്ലോ. അപ്പൊ ഒരുപാട് സൈൻ ഉണ്ട് നമുക്ക് പഠിക്കാൻ. അപ്പൊ അതിൽ 4 എണ്ണമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ,
Next, 13th question. Which of the following history is most relevant regarding a contrast based CT? അപ്പോൾ നമ്മൾ എല്ലാ പേഷ്യൻസിനെ ഹിസ്റ്ററി കളക്ഷൻ നടത്തും അല്ലെ. അപ്പോൾ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്യും. അപ്പൊ CT ചെയ്യാൻ പോകുന്ന ഒരു പേഷ്യന്റിന് തൊട്ട് മുന്നേ നമ്മൾ അസസ് ചെയ്യേണ്ട അല്ലെങ്കിൽ കളക്ട് ചെയ്യേണ്ട ഹിസ്റ്ററിയിൽ ഉൾപ്പെടുന്ന ഒരു മെയിൻ കാര്യം ഏതാണെന്ന് ആണ് നമ്മളൊരു ക്വസ്റ്റ്യൻ. ഹിസ്റ്ററി ഓഫ് പ്രീവിയസ് ഡയഗ്നോസ്റ്റിക് CT, മുന്നേ CT എടുത്തിട്ടുണ്ടോ? അടുത്ത എക്സ്റേ എന്തെങ്കിലും അടുത്തെടുത്തിട്ടുണ്ടോ? അടുത്തത് അലർജി ടു സീ ഫുഡ്സ് ആണോ? എന്തെങ്കിലും സീ ഫുഡ്സിനോട് അലർജി ഉണ്ടോ? പ്രീവിയസ് സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, അലർജി ടു സീ ഫുഡ്സ് ആണ്. അതായത് നമ്മുടെ കടലിൽ നിന്ന് കിട്ടുന്ന ഫുഡുകളിൽ നിന്ന് എന്തെങ്കിലും അലർജി ഉള്ള ആളാണോ? കാരണം എന്താണ് നമുക്ക് നോക്കാം. Patients with the seafood and other food allergies do not require pre-medication prior to CT scan. കാരണം CT scan നമ്മൾ ഉപയോഗിക്കുന്നത് കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ഉണ്ട് അല്ലെ. അപ്പൊ ആ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ എന്തിനാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്? നമ്മുടെ ഈസി ആയിട്ട് നമുക്ക് പാർട്സ് എല്ലാം വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറ്റും അല്ലെ. നമുക്ക് ഈസി ആയിട്ട് വിഷ്വലൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഇഞ്ചെക്ട് ചെയ്യുന്ന കോൺട്രാസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അയഡിൻ കണ്ടന്റ് ആണ്. അയഡിൻ ആണ് അതിനകത്ത് കൂടുതൽ കാണുന്നത്. അപ്പൊ നമ്മുടെ സീ ഫുഡ് അലർജി ഉള്ള ആളുകൾക്ക് അയഡിനോട് നോർമലി എന്ത് ചെയ്യും? അയഡിന്റെ അലർജി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് സീ ഫുഡ് അലർജി ഉണ്ടോ എന്ന് CT സ്കാനിന് മുന്നേ നമ്മൾ ചോദിച്ചറിയുന്നത്. ഓക്കെ. Next, 14th question. Which of the following investigation to be done before a contrast based CT? അപ്പോൾ CT ചെയ്യാൻ പോകുന്ന ഒരു പേഷ്യന്റ് നമ്മൾ അതിനു മുന്നേ എന്ത് ബ്ലഡ് ടെസ്റ്റ് ആണ് ഉറപ്പായിട്ട് ചെയ്തിരിക്കുന്നത്? ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ഏത് പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷൻ ആണ് നമ്മൾ അതിനു മുന്നേ ഉറപ്പായിട്ട് ചെയ്തിരിക്കേണ്ടത്? ഓപ്ഷൻസ് എ, RFT renal function test, LFT liver function test, CBC complete blood count, EEG electroencephalogram. ഇതിൽ ഏതാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓപ്ഷൻ എ RFT ആണ് നമ്മൾ ഉറപ്പായിട്ട് ചെയ്തിരിക്കേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു CT സ്കാനിന് ഉപയോഗിക്കുന്ന കോൺട്രാസ്റ്റ് മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകേണ്ടത് കിഡ്നി അല്ലെങ്കിൽ യൂറിനറി സിസ്റ്റം വഴിയാണ്. അപ്പൊ നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ റീനൽ സിസ്റ്റം പ്രോപ്പർ ഫങ്ഷനിങ് ആണോ, അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനു മുന്നേ ഈ പ്രൊസീജിയറിന് മുന്നേ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ. Contrast material should be eliminated out through the renal system. അതുകൊണ്ടാണ് നമ്മുടെ റീനൽ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു RFT ചെയ്യുന്നത്. നെക്സ്റ്റ് 15th question. Which of the following drug to be held before a contrast based procedure? അപ്പോൾ നമ്മുടെ CT പോലുള്ള കോൺട്രാസ്റ്റ് ബേസ്ഡ് പ്രൊസീജിയർ ചെയ്യുന്നതിന് മുന്നേ പേഷ്യന്റ് ഇതിൽ ഏത് തരത്തിലുള്ള ഡ്രഗ് കഴിക്കുന്ന ആളാണെങ്കിൽ അത് ഹോൾഡ് ചെയ്യാൻ പറയണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പാരസിറ്റമോൾ, ആസ്പിരിൻ, മെറ്റ്ഫോമിൻ, എപ്റ്റോയിൻ. And the correct answer is option C, മെറ്റ്ഫോമിൻ. മെറ്റ്ഫോമിൻ എന്ന് വെച്ചാൽ ഏത് പേഷ്യൻസിന് കൊടുക്കുന്നതാണ്? ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള പേഷ്യൻസ് കഴിക്കുന്ന ഡ്രഗ് ആണ് മെറ്റ്ഫോമിൻ എന്നുള്ളത്. അപ്പൊ മെറ്റ്ഫോമിൻ കഴിക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് കുറച്ച് തലേ ദിവസം മുതൽ ചിലപ്പോൾ പേഷ്യന്റിനോട് മെറ്റ്ഫോമിൻ ഹോൾഡ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് നോക്കാം. Metformin medication should be stopped at the time of or prior to CT studies with the IV contrast and withheld for 48 hours after the procedure. Procedure കഴിഞ്ഞ് 48 മണിക്കൂർ വരെ withhold ചെയ്യാൻ പറയാം. കാരണം മെറ്റ്ഫോമിനും കോൺട്രാസ്റ്റ് മെറ്റീരിയലും കൂടി ചേരുമ്പോൾ അത് ലിവർ ടോക്സിസിറ്റി ഉണ്ടാവാൻ കാരണം. അപ്പൊ നമ്മുടെ ശരീരത്തിലെ വൈറ്റൽ ഓർഗൻസിൽ ഒന്നാണല്ലേ ലിവർ. അപ്പൊ ലിവർ ടോക്സിസിറ്റി ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് മെറ്റ്ഫോമിൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. Next is 16th question. Which of the following monitoring is most significant after a contrast based procedure? അതായത് നമ്മൾ ഓരോ പ്രൊസീജിയറും കഴിഞ്ഞിട്ട് പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസും പല കാര്യങ്ങളും നമ്മൾ അസസ് ചെയ്യല്ലേ. അപ്പൊ നമ്മുടെ കോൺട്രാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ എ BP, ഓപ്ഷൻ ബി പൾസ് റേറ്റ്, ഓപ്ഷൻ സി റെസ്പിറേറ്ററി റേറ്റ്, ഓപ്ഷൻ ഡി യൂറിൻ ഔട്ട്പുട്ട്. ഇപ്പൊ ഇത് എല്ലാവർക്കും അറിയാം ആൻസർ ഓപ്ഷൻ ഡി യൂറിൻ ഔട്ട്പുട്ട്. കാരണം യൂറിൻ എത്രത്തോളം പുറത്തു പോകുന്നോ അത്രയും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ പുറത്തു പോയി എന്ന് നമുക്ക് നിഗമനത്തിൽ എത്താൻ പറ്റും. Urine output reflects whether contrast has gone out. Okay, next is 17th question. What is the most modern type of angiography? Angiography അതായത് നമ്മുടെ angiography എന്താണ്? Visualization of blood vessels ആണ്. അപ്പൊ അതിൽ ഏത് തരത്തിലുള്ള ആൻജിയോഗ്രഫി ആണ് ഇപ്പൊ കൂടുതലായിട്ട് മോഡേൺ ലൈഫിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് കൊറോണറി ആൻജിയോഗ്രഫി,
cerebral angiography, cardiac catheterization, digital subtraction angiography. And the correct option is option D, digital subtraction angiography. എന്താണെന്ന് നോക്കാം. Digital subtraction angiography is a fluoroscopic technique. Fluoroscopic techniques used extensively in interventional radiology for visualizing blood vessels. Radio-opaque structures such as bones are eliminated. അത് നമ്മുടെ ഏത് നമ്മുടെ വിഷ്വലൈസ് ചെയ്യാനുള്ള എങ്ങനെയുള്ള പ്രൊസീജിയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മളവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന ബോൺ നമുക്ക് അതിലൂടെ കാണുന്നതാണെങ്കിൽ നമുക്ക് കൂടുതലും പ്രശ്നമായിട്ട് തോന്നും. അപ്പൊ ആ ബോൺസ് നമ്മളവിടെ എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അത് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും മെഡിക്കൽ പ്രൊഫഷണൽസിന്. അതുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് ഡിജിറ്റൽ സബ്സ്ട്രാക്ഷൻ ആൻജിയോഗ്രഫി തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു പ്രൊസീജിയറിൽ ബോൺസ് അവിടെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് അത് ബോൺസിന് നമുക്കവിടെ ഐ ഇമേജിൽ കാണാൻ പറ്റില്ല. ദസ് അലോവിങ് ഫോർ ആക്യുറേറ്റ് ഡെപിക്ഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എന്തൊക്കെയാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ അസസ് ചെയ്യാനും കണ്ടുപിടിക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. Okay, next 18th question. What is the absolute contraindication of MRI? MRI ചെയ്യുന്നതിന്റെ ഏത് പേഷ്യന്റിനാണ് നമ്മൾ ഇതിൽ ഏത് കണ്ടീഷനുള്ള പേഷ്യന്റിനാണ് MRI ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തത്, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ ഇൻക്രീസ്ഡ് ഇൻട്രാക്രാനിയൽ പ്രഷർ, ഓപ്ഷൻ ബി ടെമ്പറൽ ലോബ് എപ്പിലെപ്സി, ഓപ്ഷൻ സി ഇൻഫ്രാടെൻഡോറിയൽ സർജറി, ഓപ്ഷൻ ഡി subdural hemorrhage. Subdural hemorrhage. Okay, and the correct option is option B, temporal lobe epilepsy. കാരണം എന്താണെന്ന് നോക്കാം. കാരണം ഇലക്ട്രോഡ്സ് നമ്മുടെ ഈ MRI ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെമ്പറൽ ലോബിലാണ് MRIക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ MRI ചെയ്യുന്ന സമയത്ത് അതുവഴി ഇലക്ട്രിസിറ്റി എന്തെങ്കിലും വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ടെമ്പറൽ ബോൺ കൂടുതൽ ഡിസ്റ്റർബ് ആവുകയും പേഷ്യൻസിന് എപ്പിലെപ്സി അല്ലെങ്കിൽ സീഷറോ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ആ സമയത്ത്. അതുകൊണ്ടാണ് ആ പേഷ്യൻസ് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ഉള്ള പേഷ്യൻസിന് MRI നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, next 19th question. Cobweb appearance. ഇത് ഓർത്തിരിക്കുക. Cobweb appearance of CSF indicates. അപ്പൊ ഏത് പേഷ്യന്റിനാണ് CSF ഫ്ലൂയിഡിൽ cobweb appearance പോലെ കാണുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ടൈപ്പ് രോഗമുള്ള ആൾക്കാർക്കാണ്? ഓപ്ഷൻ എ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, ഓപ്ഷൻ ബി വൈറൽ മെനിഞ്ചൈറ്റിസ്, ഓപ്ഷൻ സി ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസ്, ഓപ്ഷൻ ഡി എൻസെഫലൈറ്റിസ്. ആൻഡ് കറക്റ്റ് ഓപ്ഷൻ ഈസ് TB മെനിഞ്ചൈറ്റിസ്. അതൊരു കൺഫർമേറ്റീവ് ടെസ്റ്റ് ആണ്. CSF usually has a high protein, low glucose and raised number of lymphocytes. Acid-fast bacilli are sometimes seen on a CSF smear, but more commonly Mycobacterium tuberculosis is grown in culture. A spider web clot in collected CSF is a characteristic of TB meningitis, but it is rare finding. അത് വളരെ കുറച്ച് ആളുകളിൽ മാത്രമേ ഇത് കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. പല TB മെനിഞ്ചൈറ്റിസ് ഉള്ള ആൾക്കാരിലും ഇങ്ങനെ ഒരു സൈൻ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് നമുക്ക് കൺഫേം ചെയ്യാം ആ വ്യക്തിക്ക് TB മെനിഞ്ചൈറ്റിസ് ഉണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യാം. ഓക്കെ, സ്പൈഡർ വെബ് ക്ലോട്ട് ആയിട്ട് അതുപോലെയുള്ള ഒരു അപ്പിയറൻസിലായിരിക്കും ആ ബ്ലഡ് ക്ലോട്ട് കാണുന്നത്. Next 20th question. X-ray study of spinal subarachnoid space is termed as. അതായത് സബറഗ്നോയിഡ് സ്പേസ്, സ്പൈനൽ സബറഗ്നോയിഡ് സ്പേസിലുള്ള എക്സ്റേ സ്റ്റഡി എന്താണ് പറയുന്നത്? SPECT, PET, cerebral angiography, myelography. And the correct option is option D, myelography ആണ്. And explanation നോക്കാം. Myelography എന്താണ്? Myelography is an imaging examination that involves the introduction of spinal needle into the spinal canal and the injection of contrast material into the space around the spinal cord. Spinal cord നമ്മുടെ spinal കനാലിനുള്ളിൽ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് നമ്മുടെ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ അവിടെ ഇഞ്ചക്ട് ചെയ്ത് അതിനുള്ളിൽ ഒരു എക്സ്റേ എടുക്കുന്നു. അതാണ് നമ്മുടെ ഈ മൈലോഗ്രഫി എന്ന് പറയുന്നത്. യൂസിങ് എ റിയൽ ടൈം ഫോം ഓഫ് എക്സ്റേ കോൾഡ് ഫ്ലൂറോസ്കോപ്പി ആണ്. ഫ്ലൂറോസ്കോപ്പിയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ എക്സ്റേ ആണ് എടുക്കുന്നത്. ഓക്കെ, ആ ഒരു ടെക്നിക്കിനെയാണ് മൈലോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. ഒരു 140 ക്വസ്റ്റ്യൻസ് 7 പാർട്ടിലായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ നിങ്ങൾ എല്ലാവരും 7 വീഡിയോസ് കാണുക. ഇതിലുള്ളതും ഇതിന് പുറമേയുള്ള ഇമ്പോർട്ടൻസ് പോയിന്റ്സ് വെച്ചിട്ട് ഒരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. അത് തുടർന്ന് വരുമ്പോൾ അത് കാണുക. അതുപോലെ ഇതിന്റെ 8th വേറൊരു സിസ്റ്റമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അത് എനിക്ക് തോന്നുന്നു സെൻസസ് ആയിരിക്കാം, ഐ, ഇയർ, ത്രോട്ട് ഒക്കെ ആയിരിക്കാം എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ സജഷൻസോ കമന്റ്സോ കറക്ഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത് പോലെ തന്നെ കൂട്ടുകാർക്കും കൂടെ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, നഴ്സിംഗ് ആസ്പിറൻസ് എന്ന്. താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ, സ്റ്റഡി വെൽ.